സുഹൃത്തുക്കളെ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എക്കാലത്തും ലോകശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യ US വ്യാപാര കരാറിനെ കുറിച്ച് വലിയൊരു അനിശ്ചിതത്വം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള മൗനം കൂടിയായപ്പോൾ ഈ ദുരൂഹത ഒരുപാടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ രഹസ്യത്തിന്റെ ചുരുൾ അഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്ക് ഒരു പോഡ്കാസ്റ്റിലൂടെ കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലുകൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് അമേരിക്ക നടത്തിയ നീക്കങ്ങളും അതിന് ഇന്ത്യ നൽകിയ മറുപടിയും ഏതൊരു ഭാരതീയനും അങ്ങേയറ്റം അഭിമാനം നൽകുന്ന ഒന്നാണെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കശ്മീർ വിഷയത്തിൽ ട്രംപിന്റെ മധ്യസ്ഥതാ നാടകം മുതൽ S-400 മിസൈൽ കരാറിലെ ഉപരോധ ഭീഷണി വരെ, താരിഫ് കിങ് എന്നുള്ള വിളിപ്പേര് മുതൽ ഖാലിസ്ഥാനി ഭീകരൻ പന്നൂന്റെ വിഷയം വരെ ഓരോ തവണയും അമേരിക്ക ചോദിച്ചത് ഇന്ത്യയുടെ വിധേയത്വമായിരുന്നു. പക്ഷേ ഇന്ത്യ നൽകിയത് പരമാധികാരത്തിൻ്റെ മറുപടിയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യ US വിവാദങ്ങളെക്കുറിച്ചാണ്. എന്തായിരുന്നു അമേരിക്കയുടെ സമ്മർദ്ദം? എപ്പോഴാണത് സംഭവിച്ചത്? പ്രതിപക്ഷം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു? നരേന്ദ്രമോദി സർക്കാർ അതിനെ എങ്ങനെ നേരിട്ടു? ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിലെ മറ്റ് വമ്പൻ ശക്തികളുമായിട്ട് സ്വന്തം നിബന്ധനകളിൽ കരാറുകൾ ഒപ്പിട്ടത്? വിശദമായിട്ട് തെളിവുകൾ സഹിതം നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഒന്ന് തയ്യാറാകുക. ആദ്യം നമുക്ക് ഹൊവാർഡ് ലുട്നിക്ക് നടത്തിയ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലിലേക്ക് വരാം. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യ US വ്യാപാര കരാർ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിൻ്റെ എല്ലാ ഉത്തരങ്ങളും ഇതിൽ തന്നെയുണ്ട്. ലുട്നിക്കിൻ്റെ വാക്കുകൾ പ്രകാരം വാഷിങ്ടൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേളിൽ ഒരു അന്ത്യശാസനം, അതായത് ഒരു ഡെഡ് ലൈൻ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു. വ്യാപാര കരാർ ഒപ്പിടാനായിട്ട് അടുത്ത വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ മോദി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിക്കണമെന്നുള്ളതായിരുന്നു അമേരിക്കയുടെ തിട്ടൂരം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായ, ഉടൻ 3ാമതാകാൻ പോകുന്ന ഇന്ത്യയുടെ തലവനോടാണ് ഈ ഡെഡ് ലൈൻ വെച്ചതെന്നുള്ളത് അമേരിക്കയുടെ ധാർഷ്ട്യത്തെയാണ് കാണിക്കുന്നത്. പക്ഷെ എന്താ സംഭവിച്ചത്? ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, ജപ്പാൻ എന്നുള്ള രാജ്യങ്ങൾക്കും അമേരിക്ക ഇതുപോലെയുള്ള ഡെഡ് ലൈനുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഭയം കൊണ്ടോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയോ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ കരാറുകളൊക്കെ അങ്ങ് ഒപ്പിട്ടു. ഇതേ വിധേയത്വമാണ് അമേരിക്ക ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ത്യയുടെ പ്രതികരണം ചരിത്രപരമായിരുന്നു. മോദി വിളിച്ചില്ല. ആ വെള്ളിയാഴ്ച കടന്നുപോയി. മോദി ട്രംപിനെ വിളിച്ചില്ല. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങാനായിട്ട് മോദി വിസമ്മതിച്ചു. അങ്ങനെ ലുട്നിക്ക് പറയുന്നത് പ്രകാരം അമേരിക്കക്കാർ അവരുടെ ഈ വെള്ളിയാഴ്ച ഡെഡ് ലൈൻ 3 തവണ നീട്ടി നൽകിയെന്നാണ്. ശരി, അടുത്ത വെള്ളിയാഴ്ച വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഇന്ത്യയുടെ മറുപടി മൗനമായിരുന്നു. എന്തിനായിരുന്നു ഈ സമ്മർദ്ദം? മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതികളെല്ലാം തകർത്ത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വലിയൊരു വിപണി പിടിക്കാനായിരുന്നു അമേരിക്കയുടെ ഈ തിടുക്കം. ഇന്ത്യ എങ്ങാനും ഇതിന് വഴങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ കർഷകർക്കും അതുപോലെ ചെറുകിട വ്യവസായികൾക്കും അങ്ങേയറ്റം ദോഷകരമായ പല നിബന്ധനകളും നമ്മൾ അംഗീകരിക്കേണ്ടി വരുമായിരുന്നു. ദേശീയ താല്പര്യത്തെക്കാളും അമേരിക്കൻ താല്പര്യത്തിന് മുൻഗണന ലഭിക്കുകയും ചെയ്യുമായിരുന്നു. ഇനി നമുക്കൊന്ന് 2019 പോകാം. ലുട്നിക്ക് പറഞ്ഞ വ്യാപാര തർക്കത്തിൻ്റെ ഇടയിൽ ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു വലിയ സംഭവം നടന്നിരുന്നു, കശ്മീർ വിഷയം. 2019 ജൂലൈ 22 വാഷിങ്ടണിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഇടയ്ക്ക് ഡൊണാൾഡ് ട്രംപ് ഒരു ബോംബ് പൊട്ടിച്ചു. കശ്മീർ വിഷയം പരിഹരിക്കാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി തന്നോട് മധ്യസ്ഥത വഹിക്കാൻ ആവശ്യപ്പെട്ടു എന്നായിരുന്നു ട്രംപിൻ്റെ അവകാശവാദം. ഇത് സത്യത്തിൽ ഇന്ത്യയുടെ നയതന്ത്ര വൃത്തങ്ങളെ മുഴുവനും ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ട്രംപ് ഇങ്ങനെ കല്ല് വെച്ച നുണ പറയുന്ന സ്വഭാവക്കാരനാണെന്ന് ഒരു മനുഷ്യനും ധാരണയില്ലായിരുന്നു. 1972 ഷിംല കരാർ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു ഉഭയകക്ഷി വിഷയമാണ് കശ്മീർ. ഇത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയവുമാണ്. ഇതിൽ മൂന്നാമതൊരു കക്ഷിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് ഇന്ത്യ നാളുകളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. ട്രംപിൻ്റെ വാദം സത്യമാണെങ്കിൽ പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഒറ്റിക്കൊടുത്തുവെന്ന് രാഹുൽ ഗാന്ധി അന്ന് ട്വീറ്റ് ചെയ്തു. പ്രതിപക്ഷം പാർലമെൻറ്റിൽ ബഹളം വെച്ചു. പ്രധാനമന്ത്രി നേരിട്ട് വന്ന് മറുപടി പറയണം, അദ്ദേഹം ട്രംപിനോട് എന്ത് സംസാരിച്ചു എന്ന് വെളിപ്പെടുത്തണമെന്ന് അവർ പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറഞ്ഞ ഒരു നുണയെ മുൻനിർത്തി നമ്മുടെ പ്രധാനമന്ത്രി ഒരു നുണയനായിട്ട് ചിത്രീകരിക്കാനാണ് നമ്മുടെ പ്രതിപക്ഷം ശ്രമിച്ചത്.
പക്ഷെ മോദി സർക്കാർ ഇവിടെ കാണിച്ചത് അസാമാന്യമായ ഒരു പക്വതയായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ട്രംപിന്റെ വാദം തള്ളിക്കൊണ്ട് മറുപടിയും കൊടുത്തു. അത്തരമൊരു അപേക്ഷ പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല. പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഉഭയകക്ഷി മാത്രമാണ് എന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ തന്നെ അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം ശേഷം ഹ്യൂസ്റ്റണിൽ നടന്ന ഹൗഡി മോഡി പരിപാടിയിൽ ഇതേ ട്രംപിനെ സാക്ഷിയാക്കി കശ്മീർ ഇന്ത്യയുടെ സമ്പൂർണ്ണമായും ആഭ്യന്തര വിഷയമാണെന്ന് ആർട്ടിക്കിൾ 370 റദ്ദാക്കലിനെ പരാമർശിച്ച് മോദി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ട്രംപിനെ കൊണ്ട് അതിന് കൈയടിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഹീറോയിസം. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സാമ്പത്തിക യുദ്ധമാണ്. ട്രംപ് പലപ്പോഴും ഇന്ത്യയെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? താരിഫ് കിങ് എന്നാണ്. എന്തായിരുന്നു ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം? എന്തായിരുന്നു അതിനുള്ള സമ്മർദ്ദം? ഹാർലി ഡേവിസൺ. അമേരിക്കൻ ബൈക്കുകൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തി ഇറക്കുമതി ചുങ്കം കുറയ്ക്കണമെന്ന് ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടു. റോയൽ എൻഫീൽഡിൻ്റെ മാർക്കറ്റിനെ ഹാർലി ഡേവിസൺ സമ്പൂർണ്ണമായിട്ട് വിഴുങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരെ നമ്മുടെ മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. പക്ഷേ ഇന്ത്യ വഴങ്ങിയില്ല. ഇന്ത്യ വഴങ്ങാതെ വന്നപ്പോൾ ഇന്ത്യക്ക് കാലങ്ങളായിട്ട് ലഭിച്ചിരുന്ന ജി എസ് പി എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എന്നുള്ള നികുതി ആനുകൂല്യം ട്രംപിൻ്റെ ഭരണകൂടം എടുത്തു മാറ്റി. ഇത് ഏകദേശം $6 ബില്യൺ ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ പരാജയമാണ് ഇതെന്നും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം തകരുന്നത് ഇന്ത്യയുടെ കയറ്റുമതിയെ തകർക്കുമെന്നും പ്രതിപക്ഷം ശക്തമായിട്ട് തന്നെ വിമർശിച്ചു. മോദിയുടെ വിദേശയാത്രകളും കെട്ടിപ്പിടുത്തങ്ങളും ഒക്കെ വെറും പ്രഹസനമാണെന്ന് അവർ ആരോപിക്കുകയും ചെയ്തു. പക്ഷേ മോദി സർക്കാരിൻ്റെ സ്ട്രാറ്റജിക് സൈലൻസും റിട്ടാലിയേഷനുമായിരുന്നു ഇതിലൊക്കെ രസകരം. കാരണം ഇന്ത്യയുടെ തന്ത്രമാണ് അവിടെയും വിജയിച്ചത്. ഇന്ത്യ ബഹളം വച്ചില്ല. പകരം നിശബ്ദമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന 28 ഉൽപ്പന്നങ്ങൾക്ക്, ബദാം, വാൾനട്ട്, ആപ്പിൾ ഇങ്ങനെയുള്ള 28 ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ഇന്ത്യയും ഏർപ്പെടുത്തി. ഇത് ട്രംപിൻ്റെ വോട്ട് ബാങ്കായിട്ടുള്ള അമേരിക്കൻ കർഷകരെ നേരിട്ട് ബാധിച്ചു. കാലിഫോർണിയയിലെ ബദാം കർഷകർ ട്രംപിനെതിരെ തിരിയുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ വഴങ്ങില്ല എന്ന് മനസ്സിലായതോടുകൂടി വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകാതെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനായിട്ട് അമേരിക്ക നിർബന്ധിതരായി. ഇനി നമ്മൾ പ്രതിരോധ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാലോ, 2018 ഇന്ത്യ റഷ്യയുമായിട്ട് $5.4 ബില്യൺ S-400 മിസൈൽ കരാർ ഒപ്പിട്ടപ്പോൾ അമേരിക്കയുടെ ഭീഷണി ഏറ്റവും ഉച്ചത്തിലായിരുന്നു. എന്തായിരുന്നു സമ്മർദ്ദം? ക്യാറ്റ്സ, അതായത് കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വേഴ്സറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് എന്ന് പറയുന്ന അമേരിക്കയുടെ ഉരുക്കുമുഷ്ടിയായിട്ടുള്ള ക്യാറ്റ്സ എന്നുള്ള നിയമം ഉപയോഗിച്ചിട്ട് ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തി. തുർക്കിക്കെതിരെ അവർ ഈ ഉപരോധം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ റഷ്യൻ ആയുധങ്ങൾ ഉപേക്ഷിച്ച് അമേരിക്കയുടെ ആയുധങ്ങൾ വാങ്ങണമെന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ആവശ്യം. ഇന്ത്യ ആവശ്യമില്ലാതെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാക്കുകയാണെന്നും ഉപരോധം വന്നാൽ അത് സാമ്പത്തികമായിട്ട് ഇന്ത്യയെ തകർക്കുമെന്നും പ്രതിപക്ഷം നമ്മളെല്ലാം ഭയപ്പെടുത്തി. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നു എന്ന് അവർ വിമർശിച്ചു. പക്ഷേ ഇന്ത്യ ഒരടി പോലും പിന്നോട്ട് പോയില്ല. ഞങ്ങളുടെ ദേശീയ സുരക്ഷയാണ് ഞങ്ങൾക്ക് പ്രധാനം, അത് തീരുമാനിക്കുന്നത് വാഷിങ്ടൺ അല്ല എന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി അമേരിക്കൻ മണ്ണിൽ നിന്ന് തന്നെ അന്ന് തുറന്നടിക്കുകയും ചെയ്തു. അങ്ങനെ ഭീഷണികളുടെ ഇടയിലും ഇന്ത്യ മിസൈലുകൾ വാങ്ങി. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം ചൈനയ്ക്കെതിരെ ആവശ്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അമേരിക്കയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താതെ മൗനം പാലിക്കേണ്ടി വന്നു. അതും ഇന്ത്യയുടെ ഇച്ഛാശക്തിയുടെ ഒരു വിജയമായിരുന്നു. 2022 റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയുടെ നിലപാടിനായിട്ട് ഉറ്റുനോക്കി. ഇന്ത്യക്ക് മേളിലുള്ള സമ്മർദ്ദത്തിൻ്റെ മറ്റൊരു ഘട്ടം എന്തായിരുന്നു? സമ്മർദ്ദം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും ഐക്യരാഷ്ട്രസഭയിൽ റഷ്യക്കെതിരെ വോട്ട് ചെയ്യാനും അമേരിക്കയും യൂറോപ്പും ഇന്ത്യയുടെ മേളിൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയത്. ജോ ബൈഡൻ മുതൽ അവിടുത്തെ കീഴുദ്യോഗസ്ഥർ വരെയും ഇന്ത്യ വിമർശിച്ചു. വിഷ്ണുഗുരു എന്ന് വീമ്പളക്കുന്ന മോദി റഷ്യയുടെ അധിനിവേശത്തെ തള്ളിപ്പറയാനായിട്ട് ഭയപ്പെടുന്നു എന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. നെഹ്റുവിൻ്റെ ചേരിചേരാ നയത്തിൽ നിന്നും ഇന്ത്യ വ്യതിചലിക്കുകയാണോ എന്ന് കോൺഗ്രസ് ചോദിക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിൻ്റെ പ്രശസ്തമായ വാക്കുകൾ ചരിത്രമായത്. യൂറോപ്പിൻ്റെ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ പ്രശ്നങ്ങളാണ്, എന്നാൽ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ യൂറോപ്പിൻ്റേതല്ല. ഇന്ത്യ റഷ്യയിൽ നിന്നും റെക്കോർഡ് അളവിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി എന്ന് മാത്രമല്ല, സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യമാണ് വലുതെന്ന് മോദി സർക്കാർ തെളിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ US ബന്ധത്തിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിയ സംഭവമായിരുന്നു പന്നൂൻ വധശ്രമ കേസ്. എന്തായിരുന്നു സംഭവം? ഖാലിസ്ഥാനി ഭീകരൻ ഗുരുപത്വന്ത് സിംഗ് പന്നൂനെ വധിക്കാനായിട്ട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയെന്ന് അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് ആരോപിച്ചു.
വികാസ് യാദവ് എന്നുള്ള മുൻ ഉദ്യോഗസ്ഥനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ ഏജൻസികൾ വിദേശത്ത് നടത്തുന്ന നീക്കങ്ങൾ പിടിക്കപ്പെട്ടത് രാജ്യത്തിൻ്റെ നാണക്കേടാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാരിൻ്റെ വീരവാദം വെറും പൊള്ളയാണെന്ന് തെളിഞ്ഞുവെന്ന് ചിലർ ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്തു. അപ്പോഴും മോദി സർക്കാരിൻ്റെ പ്രതികരണം വ്യത്യസ്തമായിരുന്നില്ല. അമേരിക്കയുമായിട്ട് ഇന്ത്യ തന്ത്രപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ആരോപണങ്ങളെ ഗൗരവമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ സർക്കാർ ഒരു ഉന്നതതല അന്വേഷണ സമിതിയെ നിയോഗിച്ചു. അതേസമയം പന്നൂൻ ഒരു ഭീകരനാണെന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയും ചെയ്തു. നയതന്ത്ര ബന്ധത്തെ ബാധിക്കാത്ത രീതിയിൽ എന്നാൽ സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഈ വിഷയത്തെ സർക്കാർ വളരെ അസലായിട്ട് കൈകാര്യം ചെയ്തു. പിന്നെ ട്രംപിൻ്റെ താരിഫ് യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇന്ത്യ അമേരിക്കയോട് നോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഒറ്റപ്പെടുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ച. ഇന്ത്യ ലോകത്തിലെ മറ്റ് വമ്പൻ ശക്തികളുമായിട്ട് റെക്കോർഡ് വേഗത്തിൽ കരാറുകൾ ഒപ്പിട്ടു. ഹൊവാർഡ് ലുട്നിക്ക് പറഞ്ഞ പോലെ മേക്ക് ഇൻ ഇന്ത്യയെ തകർക്കുന്ന ഒരു കരാറിലും ഇന്ത്യ ഒപ്പിട്ടിട്ടില്ല. അതിന് പകരം ഇന്ത്യ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 88 ദിവസം കൊണ്ട് ചർച്ച പൂർത്തിയാക്കി UAEയുമായിട്ട് ചരിത്രപരമായ ഒരു കരാർ ഒപ്പിട്ടു. അതുപോലെ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ ECTA എന്ന് പറയുന്നത് വികസിത രാജ്യവുമായിട്ട് ഇന്ത്യ ഒപ്പിട്ട ഏറ്റവും സുപ്രധാനമായ കരാറുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ EFTA കരാർ സ്വിറ്റ്സർലാൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് $100 ബില്യൺ കരാർ നമ്മൾ ഒപ്പിട്ടു. പിന്നെ UK-യുമായിട്ട്, അതായത് അമേരിക്കയുമായിട്ടുള്ള കരാറിനേക്കാളും വേഗത്തിൽ ഇന്ത്യ UK-യുമായിട്ടുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാർ, അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ചർച്ചകൾ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ നൽകുന്ന സന്ദേശം വ്യക്തമാണ്: ഞങ്ങൾ വ്യാപാരത്തിന് തയ്യാറാണ്, പക്ഷേ അത് ഞങ്ങളുടെ നിബന്ധനകളും കൂടെ പാലിച്ച് മാത്രമേ പറ്റൂ. ഈ സംഭവങ്ങളെല്ലാം ലുട്നിക്കിൻ്റെ വെളിപ്പെടുത്തൽ, കാശ്മീർ മധ്യസ്ഥത, S-400, റഷ്യയുടെ എണ്ണ, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു ചിത്രം നമുക്ക് മനസ്സിലാവും. നരേന്ദർ സറണ്ടർ എന്ന ഹാഷ്ടാഗ് ഇട്ട് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ചരിത്രം നൽകുന്നത്. ഇന്ത്യ സറണ്ടർ ചെയ്തില്ല, ഇന്ത്യ സറണ്ടർ ചെയ്യില്ല. കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ദോഷകരമാകുന്ന ഒരു കരാറിലും ഇന്ത്യ ഒപ്പിടില്ല എന്നുള്ള മോദി സർക്കാരിൻ്റെ തീരുമാനം ഇന്ത്യയുടെ വളരുന്ന ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇന്ന് അമേരിക്കയ്ക്ക് ഇന്ത്യ ആവശ്യമാണ്. ചൈനയെ നേരിടാനും ഇൻഡോ പസഫിക്കിൽ സമാധാനം നിലനിർത്താനും ഇന്ത്യ ഇല്ലാതെ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ആ ഒരു അനിവാര്യത സൃഷ്ടിച്ചെടുത്തതാണ് മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയം. ഇന്ത്യ സംസാരിക്കുന്നത് തുല്യതയുടെ ഭാഷയിലാണ്. സ്വന്തം നിബന്ധനകളിൽ, സ്വന്തം സമയത്ത്, സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പുതിയ ഭാരതത്തെയാണ് ലോകം ഇപ്പോൾ കാണുന്നത്. വീണ്ടും കാണാം സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.